നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമി ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. മുട്ടിച്ചൂർ യൂത്ത് വേവ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലക്ഷ്യ 2024 എന്ന പേരിൽ പഠനോപകരണ വിതരണവും മികച്ച ഭൂമി പതിപ്പ് തഹസിൽദാർക്കുള്ള അനുമോദനവും ലഹരിവിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. നിർധനരായ 50 കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണമാണ്. കുറച്ച് വർഷങ്ങളായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് യൂത്ത് വേവ്സ് ക്ലബ്ബ്. അപ്പം ഇങ്ങനെ ഒരു പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞതിന് അവരൊരു പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുകയാണ്. ഇനിയും നല്ല രീതിയിൽ ഒരുപാട് സഹായ സഹകരണങ്ങൾ ആളുകൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കറിയാം, വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച് വരുന്ന ഈ ക്ലബ്ബ് കഴിഞ്ഞ പ്രാവശ്യം ക്യാമ്പ് നടത്തി, അതുപോലെ തന്നെ ഓണാഘോഷങ്ങളൊക്കെ നടത്തി. ഇവിടെ ഈ ക്ലബിന്റെ പരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. യൂത്ത് വേവ്സ് ക്ലബ് ട്രഷറർ ബ്രിജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മികച്ച ഭൂമി പതിപ്പ് തഹസിൽദാറായ രാജേഷ് ചുള്ളിയിലെ മൊമെന്റോ നൽകി ആദരിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട നിർധനരായ 50 കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലീൽ എടയാടി, സെക്രട്ടറി അനുരാഗ് കെ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ കുന്നമ്പത്ത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പെരുങ്ങോട്ടുകര വടക്കുമുറി മരണാനന്തര സഹായ സമിതിയുടെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് പെരുങ്ങോട്ടുകര വടക്കുമുറി മരണാനന്തര സഹായ സമിതി ഹാളിൽ ചേർന്നു. പാലക്കാട് അഹല്യ കണ്ണാശുപത്രി നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സൂര്യ, PRO പ്രതീഷ് S എന്നിവർ ക്യാമ്പ് നയിച്ചു. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് രാജു കൊച്ചത്ത, സെക്രട്ടറി ബൈജു തെക്കിനിയടത്ത്, ട്രഷറർ വിനയൻ പൊറ്റേക്കാട്ട്, വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ ചൂരപ്പെട്ടി, ഹരി കാളിപ്പറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി നളിനാക്ഷൻ KD, രമണൻ CR, സുനിൽ പെരിങ്ങാടൻ എന്നിവർ നേതൃത്വം നൽകി. പെരുങ്ങോട്ടുകര കിഴക്കുമുറി കൈപ്പുള്ളി ശ്രീ ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണവും പുനഃപ്രതിഷ്ഠാ കർമ്മം ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, ആചാര്യവരണം, അഘോരഹവനം, തൃഷ്ടുപ്പ്, മഹാസുദർശനം, ബാധാശുദ്ധി എന്നിവ നടന്നു. വൈകിട്ട് തിലകഹോമം, പ്രസാദശുദ്ധി, മുളയിടൽ എന്നിവയും നടന്നു. തന്ത്രി തിലകം ഹരിലാൽ തന്ത്രി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് KR ജോഷി, സെക്രട്ടറി ഗീതു രാമദാസ്, അശോകൻ, വത്സൻ, ശിവജി, ബാപ്പു, ശോഭാരവി, പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. മെയ് 5 മുതൽ തുടങ്ങിയ അഷ്ടബന്ധ നവീകരണവും പുനഃപ്രതിഷ്ഠാ കർമ്മത്തിന്റെ ചടങ്ങ് മെയ് 10 പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളോടെ സമാപനം കുറിക്കും. പഴുവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര മഹോത്സവത്തിനോടനുബന്ധിച്ച പ്രശസ്ത വാദ്യകലാകാരനും പഴുവിൽ ക്ഷേത്രം അടിയന്തരമാരാരുമായിരുന്ന മൺമറഞ്ഞ ശ്രേഷ്ഠ കലാകാരൻ ശ്രീ പഴുവിൽ മാധവമാരാരുടെ സ്മരണയ്ക്കായി നൽകി വരാറുള്ള പഴുവിൽ മാധവമാരാർ സ്മാരക സ്കന്ധ പുരസ്കാരം യുവ കലാകാരൻ അന്തിക്കാട് ഷാജിക്ക് നൽകുമെന്ന് പഴുവിൽ മാധവമാരാർ സ്മാരക ട്രസ്റ്റ് അംഗങ്ങൾ അറിയിച്ചു. കൂടാതെ പഞ്ചവാദ്യ തിമില കലാകാരന്മാർ ആയ തൃക്കൂർ സുനിൽകുമാർ, മുടിക്കോട് ഉണ്ണികൃഷ്ണ വാര്യർ എന്നീ കലാകാരന്മാരെ കൂടി പുരസ്കാരത്തിന് അർഹയായിട്ടുണ്ടെന്ന്
ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. പഴുവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിലെ സേവനങ്ങളെ മാനിച്ചാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. സുവർണമുദ്ര, പൊന്നാട, പ്രശസ്തി പത്രം എന്നിവയാണ് പഴുവിൽ മാധവമാരാർ സ്മാരക സ്കന്ധ പുരസ്കാരം. മെയ് 8 ബുധനാഴ്ച പള്ളിവേട്ട ദിവസം രാവിലെ മേളത്തിന് ശേഷം പഴുവം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും. അന്തിക്കാട് ഷാജി എന്ന പേരിൽ അറിയപ്പെടുന്ന പുരസ്കാര ജേതാവ് കാരമുക്ക് സ്വദേശിയും കുറുപ്പത്ത് ബാലകൃഷ്ണൻ രാധ ദമ്പതികളുടെ മകനുമാണ്. ശബരിമല തീർത്ഥാടനം സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കും. ഇനി ഓൺലൈൻ ബുക്കിംഗ് മാത്രം. ശബരിമലയിൽ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം മുതൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഓൺലൈൻ ബുക്കിംഗ് 80,000 ആയി നിജപ്പെടുത്തുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. തിരക്ക് നിയന്ത്രിക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ തീരുമാനം. സീസൺ തുടങ്ങുന്നതിന് മാസം മുമ്പ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താം. സ്പോട്ട് ബുക്കിംഗ് വഴിയെത്തുന്ന ഭക്തരുടെ എണ്ണം കൃത്യമായി കണക്കാക്കാൻ കഴിയാത്തതും ഇതിലൂടെ തിരക്ക് കൂടുന്നതും പലപ്പോഴും ദർശന സമയം നീട്ടണമെന്ന ആവശ്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ തീരുമാനം. അതേസമയം തിരുവാഭരണ ഘോഷയാത്ര, മകരവിളക്ക് സമയങ്ങളിൽ ഓൺലൈൻ ബുക്കിംഗിന് ഇളവ് വരുത്തണോ എന്ന കാര്യത്തിൽ തീരുമാനം പിന്നീട് മാത്രമേ ഉണ്ടാകൂ. വൈദ്യുതി നിയന്ത്രണത്തിന് പുറമെ സർചാർജ് വർധനവും. മെയിലെ ബില്ലിൽ യൂണിറ്റിന് 10 പൈസ അധികം ഈടാക്കും. വൈദ്യുതി നിയന്ത്രണത്തിന് പുറമെ സർചാർജിലും വർധനവ് വരുത്തി KSEB. നിലവിലുള്ള 9 പൈസ സർചാർജിന് പുറമെ ഈ മാസം യൂണിറ്റിന് 10 പൈസ അധികം ഈടാക്കാനാണ് തീരുമാനം. ഇതോടെ സർചാർജ് ആകെ 19 പൈസയായി ഉയരും. മാർച്ചിലെ ഇന്ധന സർചാർജ് ആയാണ് തുക ഈടാക്കുക. മെയിലെ ബില്ലിൽ സർചാർജ് ഈടാക്കാനാണ് തീരുമാനം. ലോഡ് ഷെഡിംഗ് നടപ്പാക്കേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും പ്രാദേശിക തലത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ പെയ്ത ചൂട് കുറഞ്ഞ ഉപഭോഗം കുറയുന്നതുവരെ ഈ സ്ഥിതി തുടരും. ക്ഷേമനിധി പെൻഷനുകൾ K-സ്മാർട്ടുമായി ബന്ധിപ്പിക്കാൻ തദ്ദേശ വകുപ്പ് പ്രത്യേക മോഡ്യൂൾ വികസിപ്പിക്കും. ക്ഷേമനിധി പെൻഷനുകൾ K-സ്മാർട്ടുമായി ബന്ധിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തീരുമാനിച്ചു. വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ ഏകോപനം ലക്ഷ്യമിട്ടാണിത്. ക്ഷേമനിധി പെൻഷനുകളുടെ അടവും വിതരണവും K-സ്മാർട്ടിൽ ഉൾപ്പെടുത്തും. സംസ്ഥാനത്ത് ആകെ 33 ക്ഷേമനിധി ബോർഡുകളാണുള്ളത്. ഒരേ സമയം ക്ഷേമനിധി പെൻഷനും ക്ഷേമ പെൻഷനും അർഹതയുള്ളവർക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമേ ലഭിക്കൂ. ക്ഷേമ പെൻഷനിൽ നിന്ന് ക്ഷേമനിധി പെൻഷൻ തുക കിഴിച്ച് വിതരണം ചെയ്താണ് ഇത് സാധ്യമാക്കുന്നത്. ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം ഏകോപിക്കുന്നതിനാൽ ഈ പ്രക്രിയ സങ്കീർണമാണ്. ഇത് മറികടക്കാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ക്ഷേമനിധി ബോർഡുകൾക്കായി പ്രത്യേക K-സ്മാർട്ടിൽ പ്രത്യേക മോഡ്യൂൾ വികസിപ്പിക്കും. ഇതിനു വേണ്ട പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകാൻ പ്രത്യേക ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറങ്ങി. ജൂലൈ മാസത്തോടെ ക്ഷേമ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും K-സ്മാർട്ടിൽ ഉൾപ്പെടുത്താനാണ് നിലവിലെ നീക്കം. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.